അങ്ങനെ ഗൈസ് നമ്മളിത് ഫ്രഷ് ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കണ്ട. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഇറങ്ങാൻ. ചായ കുടിക്കാൻ അമ്മ അപ്പുറത്തവിടെ ചായ റെഡി ആക്കുന്നുണ്ട്. ഡ്രസ്സൊക്കെ കട്ടണം കേട്ടോ പതിവ്. ഞാൻ പൊതുവെ അതായത് ഞങ്ങൾ പൊതുവെ കട്ടനാണ് വീട്ടിലൊക്കെ. ഷർട്ട് തിരൂര് നല്ല ക്ലോത്ത് ഗൈസ്. അപ്പോൾ ഇതാണ് കേട്ടോ പൊന്നാനി ഐശ്വര്യ തിയേറ്റർ, ഐശ്വര്യ മൂവീസ്. ഞാനിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. വിശാഖ് വന്നിട്ട് ഗൈസ്. അങ്ങനെ നമ്മളിത് പടം കഴിഞ്ഞിറങ്ങിയിട്ടാവും. പടം ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം ഗൈസ്. മലയാളത്തിൽ ഇങ്ങനെ പടം വേറെ വന്നില്ല. എൻ്റെ മോനെ നമിച്ച് ഗുഡ് മോർണിംഗ് ഗൈസ്. എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. ഞാൻ ആദ്യമായിട്ടുണ്ട് രാവിലെ തന്നെ എണീറ്റ് ഉടനെ തന്നെ വ്ളോഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻട്രോ കാര്യങ്ങളൊക്കെ എടുക്കുന്നില്ല. ഇപ്പം സമയത്ത് 7:30 ആയിട്ടുള്ളൂ. ഞാൻ ഇന്ന് എന്താ പറയുക, സാധാരണ ഈ സമയത്തൊന്നും എണീക്കാറില്ല, കുറച്ചുകൂടി ലേറ്റ് ആയിട്ടൊക്കെ എണീക്കാറ്. എന്തായാലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം എണീക്കുന്നതാണ്. ഇന്നൊന്നുമില്ല. ഇന്ന് മാർച്ച് 28-ാം തീയതി നമ്മുടെ രാജുവേട്ടൻ്റെ സ്വന്തം ആടുജീവിതം റിലീസാണ്. അത് കാണാൻ പോകാൻ വേണ്ടിയിട്ട് എണീറ്റാണ്ട് ഇത്ര നേരത്തെ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ നമുക്ക് ഇൻട്രോ ബെഡിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന്. ഇവിടുന്ന് പറഞ്ഞു തുടങ്ങി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കുക എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് 28-ാം തീയതി ഇന്ന് ആടുജീവിതം റിലീസാണ് കേസ്. ഞാൻ 11 മണിക്കാണ് ഷോ. നമ്മുടെ നാട്ടിൽ നിന്ന് കോട്ടയ്ക്കലോ പരപ്പനങ്ങാടി ഇവിടെ ഒന്നുമല്ല. നമുക്ക് അവിടെ ഒന്നും ടിക്കറ്റ് കിട്ടാനില്ല കേസ്, ഫുള്ള് തിരക്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ പൊന്നാനി ഭാഗത്തേക്ക് പോയി. അവിടെ പോയപ്പോൾ അവിടെ ടിക്കറ്റിന് ഒരു പഞ്ഞുമില്ല. അവിടെ ഒരാളും തിയേറ്ററിലില്ല. അവിടെ മൊത്തം കാലിയാണ്. പൊന്നാനി എന്തോ ഐശ്വര്യ അങ്ങനെ എന്തോ തിയേറ്റർ. അപ്പോൾ നല്ല തിയേറ്ററാണെന്ന് തോന്നുന്നു. ഞാനിതുവരെ പോയിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ടിക്കറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ അവിടം വരെ പോകേണ്ടി വന്നത്. കോട്ടയ്ക്കൽ ഫുള്ള്, പിന്നെ അപ്പുറത്ത് മണ്ണൂർ വളവ് ഫുള്ള്, പരപ്പനങ്ങാടി പിന്നെ അവസ്ഥ ഒന്നും അവിടെ. അപ്പോൾ എന്തായാലും പിന്നെ ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ. പിന്നെ ഒരു വ്യത്യസ്ത സിനിമയാണല്ലോ. നമ്മൾ എന്താ പറയുക, അങ്ങനെ ഏതെങ്കിലും തിയേറ്ററിൽ പോയി കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണ് നല്ല തിയേറ്ററിനെടുത്ത്. അപ്പോൾ ഗൈസ് ഇന്ന് നേരെ സിനിമയ്ക്ക് പോകുന്നത്. ഇന്ന് ഞാൻ നിർമ്മലോ മറ്റേ ഇവരൊന്നും അല്ല കേട്ടോ, നമ്മുടെ ഡാൻസ് ടീമിലുള്ള വിശാഖ് ഉണ്ട്. വിശാഖ് ഓൾറെഡി അവിടെ പോകുന്നതിനിടയ്ക്ക് ചമ്രവട്ടത്ത് അവിടെ എവിടെയാണ് വിശാഖിൻ്റെ താമസം. എനിക്ക് കറക്റ്റ് അറിഞ്ഞൂടാ റൂമും കാര്യങ്ങളൊന്നും. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് നേരെ ഇന്നലെ രാത്രി ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. നേരെ റൂമിലേക്ക് വന്നാൽ മതി, ഞാൻ ഉറങ്ങിയായിരിക്കും, എന്നെ വിളിച്ച് എണീപ്പിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ എന്താ അവസ്ഥ അറിഞ്ഞൂടാ. 7:30 മണിയായി ഇപ്പോൾ കറക്റ്റ്. ഞാൻ ഇവിടുന്ന് ഒരു 8:30-ക്കൊക്കെ ഇറങ്ങണമെന്ന് വിചാരിക്കുന്നത്. കുളിച്ച് റെഡിയായി ചായ കുടിച്ചിട്ടാ 8:30-ക്കൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു 9:30 അതൊക്കെ ആകുമ്പോഴേക്കും മാക്സിമം എത്തിക്കഴിഞ്ഞാൽ ഇവനെയും കൂട്ടിയിട്ട് 10 സമയമുണ്ട്. എന്തായാലും കുഴപ്പമില്ല, ലേറ്റ് ആവില്ല. 11 മണിക്കാണ് ഷോ. ഗൈസ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഇനി ഏതായാലും ഒന്ന് ഞാൻ റെഡി ആയിട്ട് വരാം കേട്ടോ, ഒന്ന് ഫ്രഷായി റെഡി ആയിട്ട് വരാം. അപ്പോൾ ഓക്കെ ഗൈസ് വരാം. അങ്ങനെ ഗൈസ് നമ്മളിത് ഫ്രഷ് ആയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് നിൽക്കണ്ട. ഇനിയിപ്പോൾ ചായ കുടിച്ചിട്ട് വേണം ഇറങ്ങാൻ. ചായ കുടിക്കാൻ അമ്മ അപ്പുറത്തവിടെ ചായ റെഡി ആക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ചെയ്തിട്ട് ചായ കുടിക്കാൻ വരാമെന്ന്. എൻ്റെ ഇതാണ് ഇന്നത്തെ എൻ്റെ കോസ്റ്റ്യൂം. ഇതിൻ്റെ പേരെന്തായിരുന്നു? സ്വെറ്റ് ഷർട്ട്. ഈ സ്വെറ്റ് ഷർട്ട് ഇതെനിക്കൊരാൾ ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. ഇത് തന്ന ആൾ തന്നെയാണ് എനിക്ക് ഇതിൻ്റെ പേര് സ്വെറ്റ് ഷർട്ട് ആണെന്നുള്ളത് പഠിപ്പിച്ചു തന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഇതിന് ടീഷർട്ട്, നമ്മളെല്ലാം ടീഷർട്ട് തന്നെ, ഹാഫ് ആണെങ്കിലും ഫുൾ ആണെങ്കിലും മറ്റേ ക്യാപ്പുള്ള എന്താണ് അതിൻ്റെ പേരെന്താ, കുർത്തീസോ അങ്ങനെ എന്തോ, അതൊക്കെ ആണെങ്കിലും നമ്മൾ ടീഷർട്ട് തന്നെ ഇത് പറഞ്ഞത്. പക്ഷേ ഇത് തന്ന ആളാണ് എനിക്ക് ഇതിൻ്റെ പേരൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും അതിലെല്ലാം പ്രസക്തി. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി. ഇനിയിപ്പോൾ അമ്മ അവിടെ ചായ ആക്കുന്നുണ്ട്. ചായ ആക്കിയതിന് ശേഷം ബാക്കി വിശേഷം ഉണ്ടാകും. അവിടെ പോയിട്ട് വേണം നീ വിശാഖിനെ വിളിച്ചിട്ട് വിശാഖ് എണീറ്റിട്ടുണ്ടോ എന്താ ഒന്നും അറിഞ്ഞോട്ടാ. അപ്പോൾ ലൊക്കേഷനൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇനി ചായ കുടിച്ചിട്ട് കാണാം. അമ്മ എനിക്ക് ചായയൊക്കെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാ. രാവിലെ എനിക്ക് കട്ടണം കേട്ടോ പതിവ്. ഞാൻ പൊതുവെ ഞങ്ങൾ പൊതുവെ കട്ടനാണ് വീട്ടിലൊക്കെ കഴിക്കാറ്. ഇത് ദോശ. ഈ ദോശ നമുക്ക് നമ്മളിവിടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള സാധനമാണ്. പക്ഷെ എല്ലാവർക്കും അറിയില്ല ഇതൊരു ദോശയാണെന്നുള്ളത്. നമ്മളിവിടെ ദോശ എന്ന് പറഞ്ഞാൽ ഇതിനാണ്. പിന്നെ മറ്റത് ഉഴുന്ന ദോശയൊക്കെയാണ്. എല്ലാവരും സ്ഥിരമായിട്ട് ദോശ എന്ന് പറയാറ്. ദോശയും പിന്നെന്താണ് മറ്റേ പട്ടാണി കടലയുടെ എന്തോ കറിയാണ്. അപ്പോൾ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അപ്പം നമ്മൾ ചായയുടെയും പരിപാടിയൊക്കെ കഴിഞ്ഞത് ഇറങ്ങിയിട്ടാണ്. വിശാഖിനെ വിളിച്ചു, പക്ഷെ തെണ്ടി ഇതുവരെ ഫോൺ എടുത്തിട്ടില്ല. ഇനി അവിടെ ചെന്നിട്ട് ഉറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വിളിച്ച് ഉണർത്തണം, എന്നിട്ട് റെഡി ആവണം. 11 മണിയാകുമ്പോഴേക്ക് ഷോക്ക് കയറണം. നടക്കുമെന്ന് അറിഞ്ഞൂടാ ഗൈസ്. എന്തായാലും പോയി നോക്കട്ടെ ഗൈസ്. അങ്ങനെ നമ്മളിത് വിശാഖിൻ്റെ അവിടെ എത്തിയിട്ടാണ്. ഇവിടെയാണ് വിശാഖ് താമസത്തിൻ്റെ മുകളിൽ അവിടെ ഇടണം. എന്തായാലും പോയി നോക്കട്ടെ. അവിടെ റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. വിളിച്ചപ്പോൾ ആളെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം. എവിടെ
എങ്ങനെ വന്നാലും വ്ളോഗിൽ വിടുമ്പോ അവസാനം ഈ കോലായിരിക്കുമല്ലോ. അല്ല എന്താ ഒറ്റയ്ക്കുള്ളല്ലോ അല്ലേ? ഇന്നെ കൂടാതെ വേറെ ബംഗാളി. ഓ സെറ്റ്. ഇപ്പൊ എണീറ്റിടല്ലേ? ഞാൻ അവിടെ ഇറങ്ങിയ സമയത്ത് വിളിച്ചിരുന്നു. വൈഫൈ ഒക്കെ ഉണ്ട് എന്റെ മോനെ, വലിയ സെറ്റപ്പാണ്. ഒറ്റയ്ക്ക് ആയാലും എന്താ വൈഫൈ, കിച്ചണ്. കമ്മല് സാധനങ്ങളൊന്നും ഇല്ല. എന്താണ് കണ്ണെഴുതാൻ? ഓ ഫുള്ള് സെറ്റായിട്ട് ഇറങ്ങുള്ളൂല്ലേ? ക്യാൻസറോ ഉള്ള ഔട്ട്ഫിറ്റ് ഇതെവിടെ നിർത്തി? ഷർട്ട് തിരൂര്. നല്ല ക്ലോത്ത്. നിങ്ങൾക്ക് എടുത്തുതരാനൊക്കെ ആൾക്കാരുണ്ടല്ലോ, അത് കുഴപ്പമില്ല. അപ്പൊ ഗൈസ് നമ്മളത് ഇവിടുന്ന് പോവാൻ റെഡി ആയിട്ടാ പോവാം ഗൈസ്. അപ്പൊ ഇതാണ് കേട്ടോ പൊന്നാനി ഐശ്വര്യ തിയേറ്റർ, ഐശ്വര്യ മൂവീസ്. ഞാനിവിടെ വന്നിട്ടില്ല, ആദ്യമായിട്ടാണ് വരുന്നത്. വിശാഖ് വന്നിട്ടുണ്ട്, ഇവിടെ കുഴപ്പമില്ലെന്നൊക്കെയാണ് പറഞ്ഞത്. മൊത്തത്തിൽ റിവ്യൂ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. എന്തായാലും കയറി ഇവിടെ ആളുകൾ കുറവാട്ടോ, ആകെ ആ കാണുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ പടം കാണാൻ. നമ്മളെ കോട്ടക്കലൊക്കെ ടിക്കറ്റ് ഫുള്ളായതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല. ഇവിടെ ഏതായാലും ഒരു ചായ ചായ കോഫിയാ ചേട്ടാ? ഒന്നൂടെ ഒരു കോഫി. അപ്പോൾ ഏതായാലും ഗൈസ് ഒരു കോഫി കുടിച്ചിട്ട് തുടങ്ങാട്ടെ. കിട്ടിയാ? ടിക്കറ്റ് കിട്ടി ഗൈസ്. കോഫി ഇടി. കേക്കാണോ ചേട്ടാ? ഒരു കേക്ക് കൊടുക്കും. ചായ ഒന്നും കുടിച്ചിട്ടില്ലല്ലോ രാവിലെ, ഉറക്കത്തുനിന്ന് എങ്ങനെ എണീറ്റ് പല്ലേച്ചണല്ലോ അല്ലേ? എന്തായാലും കുളിച്ചിട്ട് ഈ പടത്തിനൊന്നല്ലോ മലയാളി ഫ്രം ഇന്ത്യ. ഇത് മറ്റേ ഇയാളെ പറ ഡിജിൻ ജോസ് ആന്റണി, ആരാറിയോ? ഡിജോ ജോസ് ആന്റണി. ഒന്നും ചേട്ടാ ജനഗണമനൊക്കെ അല്ലേ അതിന്റെ ഡയറക്ടർ? ക്യൂന് ജനഗണമന, അതിനേശം അയാൾ ചെയ്യുന്ന ഇവിടെ. എന്താ അവസ്ഥ? ചായ കുടിച്ച് പടം കണ്ടിട്ട് വരാം. വരികോ പുറത്താ ചേട്ടാ? വണ്ണിതല്ലേ? ആ ടിക്കറ്റ് എന്നേ. അപ്പോൾ ഇതാണ് ഐശ്വര്യ തിയേറ്റർ. ഗൈസ് അങ്ങനെ നമ്മളിത് പടം കഴിഞ്ഞിറങ്ങിയിട്ടാവും. പടം ഒരു രക്ഷയിലെന്ന് പറഞ്ഞാൽ വേറെ ലെവൽ സാധനം ഗൈസ്. മലയാളത്തിൽ ഇങ്ങനെ പടം വേറെ വന്നില്ല. എൻ്റെ മോനെ നമിച്ച്, അതായത് ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. രാജേട്ടനൊക്കെ വേറെ ലെവൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിരുന്നു ഗൈസ്. നമ്മൾ കൂടുതൽ പറയുന്നില്ല, എല്ലാം ഓക്കെ. പക്ഷെ ഒരു സീന് എൻ്റെ മോനെ, നിങ്ങൾ നിർബന്ധമായിട്ട് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഒരു സീന് നിങ്ങൾ, അതായത് നമ്മൾ ആരും വിളിക്കുന്നില്ലല്ലേ അങ്ങനെ ഒരു സീന്. അതായത് എന്തെന്ന് പറയുന്നില്ല ഗൈസ്, അത് നിങ്ങൾ എന്തായാലും ആ സമയത്ത് ഒന്ന് മുന്നിലോട്ട് മാറി നിൽക്കും. അപ്പോൾ ഗൈസ് സിനിമയെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നെ പറയട്ടെ. ഇപ്പോൾ ഞങ്ങൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയായി, സിനിമ കഴിഞ്ഞ്. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ നിന്ന് ഇറങ്ങിയായി. വേറെന്താ പറയണ്ട? ഐഷാക്ക് ഹാങ് ഓവർ വിട്ടിട്ടില്ല, സിനിമയുടെ ഫീൽ വിട്ടിട്ടില്ല. ഇതിൽ നിൽക്കേണ്ട മൊത്തത്തിൽ. അപ്പോൾ എന്തായാലും ഗൈസ് ഞങ്ങൾ ഏതായാലും ഇറങ്ങിയായി ഇവിടുന്ന്. ആൾക്കാരൊക്കെ പോയി, ഇനി അടുത്ത ഷോക്കുള്ള ആളുകളൊക്കെ വന്നു തുടങ്ങി. എന്തായാലും വരാം ഗൈസ്. ഗൈസ് അങ്ങനെ ഞങ്ങളിതേ വിശാഖ് താമസിക്കുന്ന റൂമിന്റെ ഇവിടെ എത്തിയിട്ടാ. എന്നാ ഞാൻ വിട്ടാലോ? കാണാം അടുത്ത സിനിമയ്ക്ക് അടുത്ത പടത്തിന്, അല്ലെങ്കിൽ എന്തെങ്കിലും കാണാം. പരിപാടിന്റെ കാണാം. 5-ാം തീയതി പരിപാടി ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഗൈസ് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാ. പടം സെറ്റ് അല്ലേ? ഗൈസ് പടത്തെ കുറിച്ച് നമുക്ക് പിന്നെ സംസാരിക്കാം. അപ്പൊ ഗൈസ് പോയി വരട്ടെ. ഇനി പിന്നെ നേരെ വീട്ടിലേക്ക് അവിടെ എത്തിയതിനു ശേഷം ബാക്കിയാണ്. ഗൈസ് അങ്ങനെ നമ്മളിത് സിനിമയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയിട്ടാ. ഞാൻ സത്യം പറയല്ല, അതായത് ആദ്യം ഞാൻ വിചാരിച്ചത് ഓക്കെ സിനിമയെ കുറിച്ച് കാര്യങ്ങളൊന്നും പറയണ്ട, ജസ്റ്റ് സിനിമ കാണാൻ പോകുന്നുണ്ടല്ലോ, അപ്പോൾ ഒരു വ്ളോഗായിട്ട് നോർമലി ഓക്കെ കൂടെ വിശാഖ് ഉണ്ട്, അപ്പോൾ നമ്മൾ പോയിട്ട് ഒരു വ്ളോഗ് ചെയ്യുക എന്നിട്ട് തിരിച്ചു വരാം. ഈ പരിപാടി മാത്രമേ പ്ലാനിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. പക്ഷെ സത്യം പറയല്ലോ ഗൈസ്, നമ്മൾ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഇതിനെക്കുറിച്ച് 2 വാക്കെങ്കിലും പറയാതെ അവതരിപ്പിക്കണം എന്ന് തോന്നുന്നില്ല. അതാണ് ഞാൻ ഇതിനെക്കുറിച്ച് കുറച്ചുകൂടെ പറയാന്ന് വെച്ചാൽ. സത്യം പറയുക ഗൈസ്, അതായത് മലയാളത്തിലെ തന്നെ എനിക്ക് തോന്നുന്നു വൺ ഓഫ് ദ ബെസ്റ്റ് ക്ലാസിക് സിനിമ എന്ന് തന്നെ പറയാം. ഞാൻ ഇന്നേ വരെ ഇങ്ങനൊരു ആക്ടറെയും ഇത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മലയാളം ആക്ടറെ ഞാൻ കണ്ടിട്ടില്ല.
ഒരു നടൻ്റെ ഒരു പീക്ക് ലെവൽ, അതായത് എക്സ്ട്രീം ലാസ്റ്റ് ആണത്, അതായത് അതിനപ്പുറത്തേക്ക് നടൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പൃഥ്വിരാജ് എന്ന മനുഷ്യൻ ഞാനില്ല ഒരു സമയത്ത് ഇങ്ങനെ നോക്കി നിന്നു, ഇത് പൃഥ്വിരാജിനെ ആണോ എന്ന് കരുതിയിട്ട്. പുള്ളിയുടെ ട്രാൻസ്ഫോർമേഷനും അല്ലെങ്കിൽ എന്താ പറയാ പുള്ളിയുടെ ഡെഡിക്കേഷൻ നമുക്ക് അതായത് ഒരിക്കലും അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഗൈസ്. നിങ്ങൾ മാക്സിമം പറ്റുന്ന ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും ഒക്കെ തിയേറ്ററിൽ തന്നെ പോയിട്ട് ഈ സിനിമ കാണണോട്ടാ. അതായത് അത്ര എഫേർട്ട് ഉണ്ട് ആ സിനിമ, എൻ്റെ ടീമിൻ്റെ തന്നെ അത്ര എഫേർട്ട് ആ സിനിമയ്ക്കകത്ത് കാണാൻ പറ്റുന്നു. പക്ക ഒരു ക്ലാസിക് സിനിമയാണ് അതാന്ന് തന്നെ പറയാം. അല്ലാതെ നിങ്ങൾ കുറച്ചുകൂടെ കൊമേഴ്ഷ്യലി എന്റർടൈൻമെന്റ് ഇങ്ങനത്തെ പരിപാടി ഒന്നും പ്രതീക്ഷിക്കരുത്. നമുക്ക് ശരിക്കും അതായത് ഇല്ലേ എന്താ, ഞാൻ പുസ്തകം വായിച്ചിട്ടുള്ള ഒരാളാണ്. ഈ റീസെന്റ് ഒരു 3-4 ദിവസം മുമ്പാണ് ഞാൻ ആ പുസ്തകം വായിച്ചിട്ടുള്ളത്. സത്യം പറയല്ലോ, ഞാൻ എന്താ എനിക്ക് തോന്നുന്നു എന്നേക്കാളും ഭയങ്കരമായിട്ട് എന്താ ആ ഫീല് കിട്ടുന്നത് വായിക്കാത്തവർക്കായിരിക്കും തോന്നുന്നു. കാരണം ഞാൻ അതായത് പുസ്തകത്തിലുള്ള അതേപോലെ സിനിമ എടുത്തിട്ടില്ല. അതായത് ഒരുപാട് കാര്യങ്ങൾ ഇനിയും പുസ്തകത്തിനകത്ത് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ എടുക്കാൻ എന്തായാലും പറ്റൂല, കാരണം അത് ഒരു സിനിമയെ തീരൂല മൊത്തം കഥ മൊത്തം പറയാൻ നിന്നാൽ. പക്ഷെ അത് ഞാൻ വിചാരിച്ചു നോക്കി ഇത് എങ്ങനെയായിരിക്കും ഇവരത് എടുത്തു വെച്ചിട്ടുണ്ടാവും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഞാൻ ആദ്യം വിചാരിച്ചിരുന്ന പുസ്തകം വായിക്കേണ്ടില്ലായിരുന്നു, കാരണം ചിലപ്പോൾ വർക്ക് ആയില്ലെങ്കിലോ എന്നൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയല്ല ഗൈസ്, എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായി, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഞാൻ പറഞ്ഞില്ലേ, മെയിനായിട്ട് എനിക്ക് പറയുന്നത് പൃഥ്വിരാജ് എന്ന നടൻ, പുള്ളിയെ ഞാൻ ഇത്ര ലെവലിൽ ഞാൻ പുള്ളിയെ അതായത് ഇങ്ങനെ പോലും കാണുന്ന പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇത്രയും കാലത്ത്. ഞാൻ ഭയങ്കരമായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന സിനിമയാണ്, കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ച് കുറെ ഇപ്പൊ വരും ആയല്ലോ എന്ന് കരുതി ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സിനിമ. പക്ഷെ എന്നാൽ പോലും ഇത് ഇത്രത്തോളം ഒരു ഇമ്പാക്ട്, സത്യം പറയാം എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. മറ്റുള്ളവർക്കൊക്കെ എങ്ങനെയാണ് ഇപ്പൊ പുസ്തകം വായിച്ചിട്ട് പലരും ഉണ്ടാവും, പലർക്കും ചിലപ്പോൾ അതായത് അത്ര ഇമ്പാക്ട് കിട്ടിയില്ലെന്ന് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ആരുടെ റിവ്യൂ കേൾക്കാനോ കാണാനോ ഒന്നിനും വന്നിട്ടില്ല. എനിക്ക് സിനിമ കഴിഞ്ഞപ്പോൾ ഞാൻ സത്യം അവിടുന്ന് തന്നെ എന്തെങ്കിലും പറയണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എന്താണ് എവിടെ നിന്നാണ് ഏത് ഭാഗമാണ് ഞാൻ പറയേണ്ടത്, പെർഫോമൻസ് ആണോ അല്ലെങ്കിൽ എൻ്റെ മേക്കിംഗ് ടീമിനെ, ഡയറക്ഷൻ ടീമിനെ, ഡയറക്ടറെ കുറിച്ച്, ഇവരെ കുറിച്ച് എന്താ പറയേണ്ടത് എനിക്ക് സത്യം പറഞ്ഞ ഒരു ധാരണയില്ലായിരുന്നു. എന്താ പറയാ, മൊത്തത്തിൽ സിനിമ ഒരു കംപ്ലീറ്റ്, അതായത് മലയാള ഇൻഡസ്ട്രിയുടെ തന്നെ വേറെ ഒരു ഇൻഡസ്ട്രിയുടെ വളർച്ചയാണ് കാണിക്കുന്നത്. അതായത് ഞാൻ പൊതുവെ അതായത് ഇങ്ങനത്തെ ഈ ഒരു മലയാളത്തിൽ ഒരിക്കലും നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടാവില്ല, ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടില്ല ഞാൻ 100% ഉറപ്പുവരാം. എന്താ പറയാ, ഇങ്ങനത്തെ സിനിമകൾ നമ്മളെന്തായാലും പ്രോത്സാഹിപ്പിക്കണം. കാരണം എന്നാൽ മാത്രമേ നാളെ അല്ലെങ്കിൽ നമ്മുടെ ഇൻഡസ്ട്രിയും തന്നെ ആ ഒരു ലെവലിലേക്കൊക്കെ മാറുള്ളൂ. അപ്പോൾ എന്താ പറയാ ഗൈസ്, ഞാൻ സിനിമ റിവ്യൂ പറയാനോ അല്ലെങ്കിൽ ഞാൻ ഭയങ്കര റിവ്യൂ അറിയുന്ന ആളൊന്നും അല്ല. എനിക്ക് അങ്ങനെ ഭയങ്കര റിവ്യൂ പറഞ്ഞ് ഇതാക്കാനുള്ള അറിവില്ല. പക്ഷെ എനിക്ക് ഇതിനെ കുറിച്ച് എന്തെങ്കിലും 2 വാക്ക് പറയണമെന്നുണ്ടായിരുന്നു. അതാണ് ഞാൻ ഇത് കഴിഞ്ഞതിന് ശേഷം വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നിങ്ങളെല്ലാവരും മാക്സിമം ഫാമിലി ആയിട്ടാണെങ്കിലും ഇപ്പൊ നോമ്പ് മാസമാണ്, എന്നാൽ പോലും പറ്റുന്നവരൊക്കെ മാക്സിമം തിയേറ്ററിൽ പോയി കാണാം. അത് കഴിഞ്ഞ ശേഷം പെരുന്നാളൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും തിയേറ്ററിൽ സിനിമ ഉണ്ടാവും, എന്തായാലും പോയിട്ട് കാണാം എല്ലാവരും. എന്താ ഗ്യാരണ്ടിയാണ്, നിങ്ങൾക്ക് ആർക്കും ഒരു മടുപ്പോ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല. ആ ഒരാളുടെ നജീബ് എന്ന് പറഞ്ഞ ഒരാളുടെ ജീവിതമാണ് കാണിക്കുന്നത്. അത് എന്തായാലും നിങ്ങൾക്ക് അത്രയും കണക്റ്റഡ് ആയിരിക്കും, ഞാൻ ഉറപ്പായിട്ടും വാക്ക് തരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ഇതിനെക്കുറിച്ച് 2 വാക്ക് പറയാമെന്ന് കരുതിയിട്ടാണ് നമ്മൾ വീഡിയോ ഇവിടെ വരെ എത്തിച്ചത്. ഓക്കെ, എന്തായാലും ഒരു സമാധാനം. നിങ്ങൾ എന്നെ കേൾക്കുന്ന എത്ര പേരുണ്ടെന്ന് അറിഞ്ഞൂടാ, ഒരു 10 പേരെങ്കിൽ 10 പേര് ഇത് കേട്ടിട്ട് സിനിമയ്ക്ക് പോകാൻ വേണ്ടി ശ്രമിക്കണം, അത്രേ ഉള്ളൂ, അറിയുന്നുള്ളൂ. സോ അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് പുതിയൊരു വീഡിയോ ഉടനെ തന്നെ വരട്ടെ. ഓക്കെ, ബൈ.